മഞ്ഞേകും കുന്നോളം ചില്ലയിൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാഴ ഗബ്രി സീക്രട്ട് റൂമിൽ എന്ന പ്രതീക്ഷയുമായി ജാസ്മിൻ ജാഫർ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഗബ്രി നീ സീക്രട്ട് റൂമിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കല്ലടാ, ആപ്പിള് തിന്നുവല്ലടാ, നീ മീൻകറി തിന്നുവല്ലടാ, നീ എവിടെ സീക്രട്ട് റൂമിലല്ലടാ, എന്നെ പറ്റിക്കല്ലടാ, എന്നെ കരയിപ്പിക്കല്ലടാ. എൻ്റെ മോനെ, എനിക്ക് എങ്ങനെ ചൊറിഞ്ഞും വരുന്നുണ്ടെന്നറിയാമോ ഇതൊക്കെ കാണുമ്പോൾ? എനിക്ക് സത്യം എനിക്കങ്ങ് പെരുത്ത് കയറുക. എന്നാ നാടകോടാ ജാസ്മിനെ നീ അവിടെ ഇരുന്ന് കാണിക്കുന്നത്? ഹൗസിൻ്റെ അകത്തിരുന്ന് കരയുന്നു, ഗബ്രിയുടെ ഫോട്ടോ വയ്ക്കുന്നു, വാഴത്തോട്ടത്തിൽ പോയി ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. ഇത്രയൊക്കെ ഘോര കരഞ്ഞല്ലേ? 2 വോട്ട് ചിലപ്പോൾ കൂടുതൽ കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത്രയും ഘോര കരയുന്നത്. എന്തായാലും നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല അല്ലേ? നമ്മുടെ വാഴ ഗബ്രി സീക്രട്ട് റൂമിൽ ഉണ്ടെന്നാണ് ജാസ്മിൻ്റെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. വീഡിയോ കൊടുക്കുക. ഓവർ കോൺഫിഡൻസ് ആയാലേ കുഴപ്പമുള്ളൂ. അതായത് ജാസ്മിന്റെ വിചാരം ഗബ്രി സീക്രട്ട് റൂമിലാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റേ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ടിവിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജാസ്മിന്റെ വിചാരം. അതുകൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ. സീക്രട്ട് റൂമില് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു നീ ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും, സത്യം പറ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് ജാസ്മിൻ ഒരു മറ്റേ വാഴത്തോപ്പിലെ കോർണറിലെ സോഫയിൽ കിടപ്പുണ്ട്. ഗബ്രി പോയത് ജാസ്മിൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അൻസിബയും ജിൻഡോയും ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോ ഗബ്രി പോകുമോ? അതാണ് ജാസ്മിൻ ചിന്തിക്കുന്നത്. ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ആക്റ്റീവ് ആണ്, ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ജാസ്മിന്റെ കണ്ണിൽ ജിൻഡോയൊക്കെ മണ്ടനാണല്ലോ. അപ്പൊ അതിബുദ്ധിമാനായ ഗബ്രി എങ്ങനെ പുറത്തു പോയെന്ന് ചോദിച്ചാൽ ജാസ്മിനെ അതിനൊരു കാരണം ജാസ്മിനും കൂടിയാണ്, നിങ്ങളുടെ കോംബോയാണ്. പിന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കരമായിട്ട് ഘോര പ്രസംഗം നടത്തുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ടാസ്കുകൾ നന്നായിട്ട് കളിക്കുന്നതോ മാത്രമല്ല, പേഴ്സണാലിറ്റി ഒരു ഫാക്ടറാണ്, ഒപ്പം എന്റർടൈൻമെന്റ് ഒരു ഫാക്ടറാണ്. ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. അവിടെ വേണമെങ്കിൽ നിങ്ങൾ തറയിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് തലകുത്തി മറിഞ്ഞോ, കരഞ്ഞു മെഴുകിക്കോ, ഒരു സൈഡിൽ പോയിരുന്ന് വിക്ടിം കാർഡ് കളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അടിച്ചൊതുക്കി മാസായി നിന്നോ, നിങ്ങൾ എന്ത് ചെയ്താലും കാണുന്ന ആളുകൾക്ക് അതങ്ങ് ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഭാഗ്യം വേണം. രണ്ടാമത് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാണ്. അത് ജാസ്മിന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും. എന്തായാലും അവിടെ ഇരുന്ന് ആശ്വസിച്ചോ സീക്രട്ട്. അതെ, ആശ്വസിച്ചോ. ഗബ്രി സീക്രട്ട് റൂമിലാണെന്ന് പറഞ്ഞ് ആശ്വസിച്ചോ. നിനക്ക് ബാക്കി നിന്റെ ഇമേജ് എന്താണെന്ന് നീ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കും. ഞാൻ ഇതിൽ 1 2 3 4 5 6 കാര്യം പറയാം. അതായത് ഈ മരവാഴ ഗബ്രി എവിക്റ്റ് ആവുന്ന അന്ന് എല്ലാവരും ഹൗസിലെ എല്ലാവരും ഉൾപ്പെടെ വിചാരിച്ചിരുന്നത് അൻസിബ പുറത്തു പോകുന്നതാണ്. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചും കൊണ്ട് ഈ മരവാഴ ഗബ്രി പുറത്തുപോയി. എടാ, ഞാനൊരു സീരിയസിൽ ഒരു കാര്യം പറയാം. ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ നമ്മുടെ പ്രേക്ഷകർ നോക്കുന്നത് ഒരിക്കലും ഒരു വന്നോ ഗെയിം കളിച്ചോ, ടാസ്കിൽ വിജയിച്ചോ, അല്ലെങ്കിൽ ബലൂണ് പൊട്ടിച്ചോ, അല്ലെങ്കിൽ അവിടെ കുറേ വഴക്കുണ്ടാക്കിയോ എന്നൊന്നും പറഞ്ഞിട്ടല്ല. പേഴ്സണാലിറ്റി, പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിലപാടുണ്ടോ, അല്ലെങ്കിൽ വ്യക്തതയുണ്ടോ, അല്ലെങ്കിൽ ആ പറഞ്ഞത് ശരിയാണോ എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ഈ വോട്ടെന്ന് പറയുന്ന സാധനം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നീ അവിടെ വന്ന് ടാസ്കിൽ കുറെ പട്ടി ഷോയും കാണിച്ചിട്ട് ഇതുപോലെ വല്ല വാഴര മൂട്ടിലും പോയിരുന്നു കൊഞ്ചിക്കൊഴഞ്ഞിരുന്ന് ജനങ്ങളെ തൂക്കി പറക്കിയെടുത്ത് നേരം കാലം പുറത്തെറിയത്തുള്ളൂ. ഈ ഗബ്രി ഇത്രയും കാലം ഈ ഹൗസിൽ നിന്നത് അവൻ പവർ റൂമിൽ കയറി ഒളിച്ചിരുന്നുകൊണ്ടാണ്. അല്ലെ അവൻ ഇതിനു മുമ്പേ നേരത്തെ കൂടും എടുത്തോണ്ട് പോയത്. ഈ പവർ റൂം എന്ന കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ പോകുമായിരുന്നു തുടച്ചു വാരിക്കൊണ്ട്. മനസ്സിലായ? അതുള്ളതുകൊണ്ട് മാത്രമാണ് അവൻ അവിടെ രക്ഷപ്പെട്ടിരുന്നത്. എന്തായാലും അവന് പ്രേക്ഷകരുടെ വിധി അറിയാൻ വേണ്ടിയല്ലേ അവൻ ഇറങ്ങിയത്. വിധി അറിഞ്ഞ് തികഞ്ഞ് അവനും കിട്ടിപ്പോയില്ല. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകരുടെ വിധിപ്രകാരം ഗബ്രി പുറത്തു പോയി. അത് ജാസ്മിനും മനസ്സിലായി. അതുകൊണ്ട് ഈ കോംബോ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് വെറുപ്പാണെന്ന് ഇപ്പോൾ ഹൗസിനകത്തുള്ള ജാസ്മിന് വളരെ വ്യക്തമാണ്, വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇനി അവൾ നാടകമേ ഉലകം എന്നുള്ള രീതിയിൽ പല സ്ട്രാറ്റജി ഇറക്കും. അതിൽ ഏറ്റവും മെയിൻ ആയിരിക്കും കരച്ചിൽ. കരഞ്ഞ് വഴിയാധാരമാകും. നല്ല പോലെ കരയുന്നുണ്ട്. അത് അവളുടെ വേറൊരു ഗെയിം സ്ട്രാറ്റജിയാണ്. പിന്നെ മരവാഴ ഗബ്രി പുറത്തു വന്നിട്ട് അവൻ്റെ വിചാരം അവൻ എന്തോ നേദിച്ചിട്ടാണ് അവിടെ വന്നതെന്ന്. അവൻ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ജാസ്മിൻ ഭയങ്കര വൃത്തി കൂടുതലാണെന്നും, പിന്നെ ഇവൻ വേറെ എന്തോ മറ്റേ കെട്ടിപ്പിടിക്കുന്നത് ഉമ്മോയ്ക്കുന്നത് സർവ്വസാധാരണം. നീ കെട്ടിപ്പിടിക്കുന്ന ഉമ്മോയ്ക്കണയുടെ എല്ലാവരും ചെയ്യണ പ്രവൃത്തിയാണ്. ഫ്രണ്ട്സ് ആയാലും ഹഗ്ഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയില്ല. നീ അതാ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. 18+ കണ്ടന്റ് പുറത്ത് വിട്ടുകൊണ്ടിരുന്നിട്ട് ഹഗ് ചെയ്തും ഞാൻ വല്ലതും പറഞ്ഞ എൻ്റെ കൈയിരിക്കണമല്ലോ ചൊറിഞ്ഞ് വരണം. അങ്ങനെയാണ് നീ ഓരോന്ന് കാട്ടിക്കൂട്ടി. എന്നിട്ട് അതിനെ വന്നിരുന്ന് വെളുപ്പീര്. എന്നിട്ട് നീ ഹൗസിൻ്റെ അകത്ത് നീ ജിൻഡോ എന്തോന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്? എന്തോന്നാണ് നീ ജിൻഡോ വിളിച്ചുകൊണ്ടിരുന്നത്? നീ അങ്ങേരിക്ക് നിന്റെ പ്രായത്തിന്റെ ഒരു ബഹുമാനമെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ല. എന്നിട്ട് ഇപ്പൊ നീ പുറത്തു വന്നിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ, ജിഞ്ച ചേച്ചൻ. ഇങ്ങനെ ചൊറിഞ്ഞ് വരണുണ്ടെന്നറിയാമോ കപ്പറി? എങ്ങനെയാ നിനക്കത് പറയാൻ തോന്നി? എന്നിട്ട് അവിടെ ഉള്ളതെല്ലാം ഞാൻ അവിടെ കളഞ്ഞു. അത് ജാസ്മിൻ ഉദ്ദേശിച്ചാണെങ്കിൽ നല്ലത്. നിനക്ക് ജീവിതത്തിലെങ്കിലും മുന്നോട്ട് പോവാം. എന്തായാലും അവിടെ നിന്നുള്ള ജീവിതമായി തൊലഞ്ഞ്
ഇനി ബാക്കിയും കൂടി വല കൊല എന്നാവാതെ എന്തേലും ആവട്ടെ, എന്തേലും കാണിച്ചു കൂട്ട്. എന്തായാലും പ്രേക്ഷകരുടെ വിധി അറിയാൻ വേണ്ടി പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ നിനക്ക് നല്ല പോലെ നീ വിധി അറിഞ്ഞല്ല. പിന്നെ നീ ഇപ്പോഴും ഇവിടെ വീട്ടിൽ വന്ന് കിടന്ന് ഘോര ഇവിടെ കിടന്ന് വെളുപ്പീര് അവിടെ ഒരുത്തി പവർ റൂം നീ മറ്റേ സീക്രട്ട് റൂമിൽ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുക അവിടെ കിടന്ന് അടുത്ത്. എന്തുപാട് ഇതൊക്കെ എന്തുവായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഒരു എന്തുവാടാ, നമ്മള് പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാന്നാടെ നീയും അവളും വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളിവിടെ മറ്റേ മാങ്ങ പറിക്കാനല്ലേ ഇരിക്കണേ. നിന്നെയൊക്കെ നല്ല പോലെ കാണുകയും നല്ല പോലെ നീയൊക്കെ എന്താണ് കാണിച്ചു കൂട്ടണതെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നിനക്ക് വേറൊരു വിചാരം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും നിനക്കും അവൾക്കും. ഈ വെളുപ്പിന് 3 മണിക്കുള്ള ക്രിസ്മസ് പരിപാടികൾ ആരെ ഉറക്കണീറ്റിരുന്ന് കാണാനെന്ന്? കാണൂടാ അതും കാണാൻ ഉണ്ടോ ആൾക്കാർ, മനസ്സിലായ സാറേ? അതുകൊണ്ട് നീ ഏറിപ്പോയിട്ട് ഇപ്പൊ വെളിയിൽ വന്നിരുന്ന് നിന്നെ വെളുപ്പിക്കുന്നു, കൂടെ അവളെയും വെളുപ്പിക്കുന്നു. എന്നാ പെയിന്റടിയാ. ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത ഷോ ആക്കി നീയും അവളും കൂടിയാണ് വച്ചത്. പിന്നെ നീ പുറത്തായതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ നീ അവളും തമ്മിലുള്ള കോംബോ തന്നെയാണ്. അതിൽ വേറെ ഒരു മാറ്റമില്ല. നീയും സിംഗിളായിട്ട് പ്ലേ ചെയ്ത് അവളും സിംഗിളായിട്ട് പ്ലേ ചെയ്തതിന് രണ്ട് വഴിക്ക് പോകുമായിരുന്നു. എങ്കിലും അവളെ ഏറിപ്പോവായിരുന്നു. അവളുടെ വൃത്തിയില്ലായ്മയിലെ തന്നെ ആദ്യം തന്നെ അവളെ ഏറിപ്പോവായിരുന്നു, മനസ്സിലായേ? പക്ഷെ നിനക്ക് നിന്റേതായ ഒരു രീതിയിലെങ്കിലും മാറി നിൽക്കാമായിരുന്നു. പക്ഷെ നീ ജനങ്ങളെ എല്ലാം കണ്ണിൽ മണ്ണുവാരി ഇടുകയും വെറുപ്പിക്കുകയും ചെയ്തും കൊണ്ട് നിന്റെ സ്ട്രാറ്റജി നീ മുന്നോട്ടിട്ട്, നിന്റെ വാഞ്ഞ സ്ട്രാറ്റജി. എന്നിട്ട് ഇപ്പൊ വെളിയിൽ വന്നിട്ട് ജിന്റെ ചേട്ടനെന്ന്. അയ്യോ എങ്ങനെ വരണം നിനക്ക് ഇതൊക്കെ വിളിക്കാൻ? ഗപ്രി ആടി സക്കെ. പിന്നെ സീക്രട്ട് റൂമിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജാസ്മിൻ്റെ അടുത്ത് എനിക്ക് എന്താ പറയാനുള്ളത്? നീ മറ്റേ ഹെഡ്സെറ്റും വെച്ച് ആപ്പിളും തിന്നുകൊണ്ടിരിക്കണം എന്നാണ് വിചാരം. എടാ നിന്റെ ഫോട്ടോ ഒക്കെ ഇടന്ന് വെച്ച് കരയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നിനക്ക് മനസ്സലിയുന്നുണ്ടാ? ഇല്ലെങ്കിൽ അലിഞ്ഞോ കേട്ടോ. അഭിനയിക്കുക, നല്ല പോലെ അഭിനയിക്കുക. നിങ്ങൾ എല്ലാവരുടെ അഭിനയം നല്ല സൂപ്പർ അഭിനയമായിരുന്നു. ഞാൻ മിക്കവാറും നിങ്ങളെല്ലാവരും പുറത്തു വന്നതിന് ശേഷം നിനക്ക് ജാസ്മിന് ഒരു ഓസ്കാർ അവാർഡ് ഞാൻ സംഘടിപ്പിച്ചു തരാം. ഇത്രയും നല്ലതായിട്ട് അഭിനയിച്ചതിന്. പക്ഷെ ബിഗ് ബോസ് അന്ന് നിനക്കൊക്കെ നീ എവിക്ഷനായ, അതായത് ഗബ്രി എവിക്ഷനായ ദിവസം ബിഗ് ബോസ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു അവസരം തന്നല്ലോ. അതായത് നിങ്ങളുടെ അവസാന ഇഷ്ടം എവിടെയാണ് അവിടെ പോയിരുന്നത് സംസാരിക്കുക. നീ കറക്റ്റ് നിന്റെ വാഴത്തോട്ടത്തിൽ പോയിരുന്നത്. ബിഗ് ബോസിന് അത് നിനക്ക് വേണ്ടി തന്ന സാധനമാണ്. എന്തായാലും അവളും നീ പുറത്താകും എന്നുള്ള സാധനം ഉറപ്പായതുകൊണ്ട് അവസാനമായിട്ട് നീയൊക്കെ രണ്ടും കൂടി പോയിരുന്നു. എന്ത് തേങ്ങയും കാണിയിരുന്നോ ലാലേട്ടനും ബിഗ് ബോസും കൂടി ഒരു അവസരം തന്നത്. നീ അതും അവിടെ പോയിരുന്ന ചുച്ചു അത് ഇരിക്കുന്ന സ്റ്റൈൽ നാണമില്ലേടാ. ലാലേട്ടൻ വന്ന എപ്പിസോഡ് എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? രണ്ടും കൂടി കയറി അങ്ങ് ഇരിക്കണം. ചീരവത്തെടുക്കാൻ പേരുന്നത് രണ്ടും കൂടി. നാണവും ഉളുപ്പും മാനവും ഒന്നുമില്ലാത്ത ടീംസായി പോയല്ലോടെ ഈ പ്രാവശ്യം കൊണ്ട് ഇട്ടത് ബിഗ് ബോസിൻ്റെ അകത്ത്. കഷ്ടം. നല്ല ഉളുപ്പില്ലാത്ത രണ്ടെണ്ണമായിരുന്നത്. അപ്പോഴും ബിഗ് ബോസ് അറിഞ്ഞു തന്നെയാണ്, സീരിയസ്ലി അറിഞ്ഞു തന്നെയാണ്. രണ്ടും കൂടി വാഴത്തോട്ടത്തിൽ ഇനിയെങ്കിൽ അല്പസമയം വിശ്രമിക്കൂ സുഹൃത്തുക്കളെ. എന്നിട്ട് എവിക്ഷൻ രണ്ടും കൂടി കെട്ടിപ്പിടിക്കിട്ട് കരട. അയ്യോ ഞാൻ ചിരിച്ചിരിച്ച് ഇല്ലാണ്ടാ. നിന്റെ എവിക്ഷനാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്. ഇനി ജാസ്മിൻ്റെയും കൂടി കണ്ടിട്ട് കണ്ണടച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇപ്പോഴും സീക്രട്ട് റൂമിലാണ് ഗബ്രി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ജാസ്മിനെ പറ്റി എന്താണ് അഭിപ്രായം ഗായ്സ്?